അമേരിക്കയിലെ ഏറ്റവും രഹസ്യമായ സ്ഥലങ്ങളിൽ ഒന്നാണ് ഏരിയ 51. നെവാഡ സംസ്ഥാനത്തിലെ മരുഭൂമിയുടെ നടുവിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. സാധാരണ ആളുകൾക്ക് ഇവിടെ പ്രവേശനം കർശനമായി നിരോധിച്ചിരിക്കുന്നു. ലോകം മുഴുവൻ കൗതുകത്തോടെയും സംശയത്തോടെയും നോക്കുന്ന ഒരു സ്ഥലമാണ് ഏരിയ 51. ഏരിയ 51 എന്ന പേര് അമേരിക്കൻ സർക്കാർ ഏറെക്കാലം ഔദ്യോഗികമായി അംഗീകരിച്ചിരുന്നില്ല. 1950കളിലാണ് ഈ സ്ഥലം രൂപം കൊണ്ടത്. ശീതയുദ്ധ കാലഘട്ടത്തിൽ അതീവ രഹസ്യമായ സൈനിക പരീക്ഷണങ്ങൾ നടത്താനായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം. പ്രത്യേകിച്ച് ചാരവിമാനങ്ങളും പുതിയ ആയുധങ്ങളും ഇവിടെ പരീക്ഷിച്ചു. ഇവിടെ വികസിപ്പിച്ച ഏറ്റവും പ്രശസ്തമായ വിമാനങ്ങളിൽ ഒന്നാണ് U-2 സ്പൈ പ്ലെയിൻ. ഈ വിമാനം സാധാരണ വിമാനങ്ങളെക്കാൾ വളരെ ഉയരത്തിൽ പറക്കുന്നതിനാൽ ആളുകൾ ആകാശത്ത് അസാധാരണമായ പ്രകാശങ്ങൾ കണ്ടതായി റിപ്പോർട്ട് ചെയ്തു. ഇതാണ് ഏരിയ 51നെ UFO കഥകളുമായി ബന്ധിപ്പിക്കപ്പെടാൻ കാരണമായത്. 1947ൽ നടന്ന റോസ്വെൽ സംഭവം ഏരിയ 51ന്റെ പ്രശസ്തി കൂടുതൽ വർദ്ധിപ്പിച്ചു. ഒരു UFO വീണുവെന്ന വാർത്ത ലോകം മുഴുവൻ പടർന്നപ്പോൾ അതിന്റെ അവശിഷ്ടങ്ങളും വിദേശജീവികളെയും ഏരിയ 51ലേക്ക് കൊണ്ടുപോയി സൂക്ഷിച്ചിട്ടുണ്ടെന്ന സംശയം ഉയർന്നു. എന്നാൽ അമേരിക്കൻ സർക്കാർ ഇത് നിഷേധിക്കുകയും അത് ഒരു കാലാവസ്ഥ ബലൂൺ മാത്രമാണെന്ന് പറയുകയും ചെയ്തു. പലർക്കും വിശ്വാസമുണ്ട് ഏരിയ 51ൽ വിദേശജീവികളുടെ ശരീരങ്ങളും അന്യഗ്രഹ സാങ്കേതിക വിദ്യകളും സൂക്ഷിച്ചിട്ടുണ്ടെന്ന്. അവയെ പഠിച്ചാണ് ലോകം അറിയാത്ത പല സാങ്കേതിക മുന്നേറ്റങ്ങളും അമേരിക്ക ഉണ്ടാക്കിയതെന്നും ചിലർ പറയുന്നു. പക്ഷേ ഇതിന് ഔദ്യോഗിക തെളിവുകളൊന്നും ഇതുവരെ പുറത്തുവന്നിട്ടില്ല. 2013ലാണ് അമേരിക്കൻ സർക്കാർ ആദ്യമായി ഏരിയ 51 എന്ന സ്ഥലത്തിന്റെ നിലവാരം ഔദ്യോഗികമായി അംഗീകരിച്ചത്. എന്നാൽ അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വിശദമായ വിവരങ്ങൾ ഇന്നും രഹസ്യമായി തുടരുന്നു. ഈ രഹസ്യത്വം തന്നെയാണ് ഏരിയ 51നെ കൂടുതൽ ഭീതിയുള്ളതും കൗതുകമുള്ളതുമാക്കി മാറ്റുന്നത്. ഇന്നും ആകാശത്ത് കാണുന്ന അസാധാരണ വസ്തുക്കളും സർക്കാരിന്റെ മൗനവും മനുഷ്യർക്കപ്പുറം എന്തെങ്കിലും ഉണ്ടോ എന്ന ചോദ്യവും ഏരിയ 51നെ ലോകത്തിലെ ഏറ്റവും വലിയ മിസ്റ്ററിയായി നിലനിർത്തുന്നു. അമേരിക്കയുടെ മരുഭൂമിയിൽ ഒളിപ്പിച്ചിരിക്കുന്ന ഒരു സൈനിക കേന്ദ്രം മാത്രമാണോ ഏരിയ 51? അല്ലെങ്കിൽ മനുഷ്യർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത സത്യങ്ങൾ അവിടെ മറഞ്ഞിരിക്കുകയാണോ? ഈ ചോദ്യം ഇന്നും ഉത്തരം തേടുകയാണ്. ഇതുപോലെ രസകരമായ സത്യങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.